അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി അടുത്ത എക്സസൈസ് നോക്കാം. ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യനും ആൻസറും. ഇന്ദക കലമുൻ, നിൻ്റെ അടുത്ത് പേനുണ്ടോ? അപ്പോൾ ഉത്തരം എന്താ? നാം ഇന്ദി കലമുൻ. അപ്പോൾ അങ്ങനത്തെ 5 ഉദാഹരണങ്ങൾ വേറെ നമ്മൾ കൊടുക്കണം. അപ്പോൾ എന്തൊക്കെ 5 ഉദാഹരണങ്ങൾ കൊടുക്കാൻ പറ്റുക? ഇന്ദക സാഅത്തുൻ, നിൻ്റെ അടുത്ത് വാച്ചുണ്ടോ? അപ്പോൾ നാം ഇന്ദി സാഅത്തുൻ, അതെ എൻ്റെ അടുത്ത് വാച്ചുണ്ട്. ഇന്ദക സയ്യാറത്തുൻ, നിൻ്റെ അടുത്ത് കാറുണ്ടോ? അപ്പോൾ നിൻ്റെ അടുത്തുണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി എന്തായിരിക്കണം? എൻ്റെ അടുത്ത്. അപ്പോൾ നിൻ്റെ അടുത്ത് എന്ന് ചോദിക്കുമ്പോൾ ഇന്ദക്ക, എൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ ഇന്ദി. അപ്പോൾ നാം ഇന്ദി സയ്യാറത്തുൻ. പിന്നെന്താ? ഇന്ദക ദറാജത്തുൻ, നിൻ്റെ അടുത്ത് സൈക്കിളുണ്ടോ? നാം ഇന്ദി ദറാജത്തുൻ, അതെ എൻ്റെ അടുത്ത് സൈക്കിളുണ്ട്. ഇന്ദക ദഫ്തറുൻ, നിൻ്റെ അടുത്ത് നോട്ട്ബുക്ക് ഉണ്ടോ? നാം ഇന്ദി ദഫ്തറുൻ, അതെ എൻ്റെ അടുത്ത് നോട്ട്ബുക്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 5 ഉദാഹരണങ്ങൾ നമ്മൾ കൊടുക്കണം. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. ഇന്ദക കുർസിയുൻ, നിൻ്റെ അടുത്ത് കസാല ഉണ്ടോ? നാം ഇന്ദി കുർസിയുൻ, എൻ്റെ അടുത്ത് കസേര ഉണ്ട്. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അടുത്ത എക്സസൈസ്, ഇന്ദക കലമുൻ, നിൻ്റെ അടുത്ത് കലമുണ്ടോ? ലാ മാ ഇന്ദി കലമുൻ, ഇല്ല എൻ്റെ അടുത്ത് പേനയില്ല. അപ്പോൾ ഇങ്ങനത്തെ 5 ഉദാഹരണങ്ങൾ കൊടുക്കണം. അപ്പോൾ നേരത്തെ കൊടുത്ത അതേ ഉദാഹരണങ്ങൾ കൊടുക്കാം. ഇന്ദക ദറാജത്തുൻ, ലാ മാ ഇന്ദി ദറാജത്തുൻ. ഇന്ദക സയ്യാറത്തുൻ, ലാ മാ ഇന്ദി സയ്യാറത്തുൻ. ഇന്ദക ദഫ്തറുൻ, ലാ മാ ഇന്ദി ദഫ്തറുൻ. ഇന്ദക കുർസിയുൻ, ലാ മാ ഇന്ദി കുർസിയുൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ താഴെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മനപ്പാടാക്കുക, പിന്നെ പ്രാക്ടീസും ചെയ്യുക, മനസ്സിലാക്കിയിട്ട്. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ ഇവിടെ എന്താണ് ഇത് കൊടുത്തിട്ടുണ്ട്, ലമീർ മുത്തസിൽ ആഡ് ചെയ്യുന്ന ബൈത്തുൻ അലിഫ്ലാമില്ലെങ്കിൽ ബൈത്തുൻ. അപ്പോൾ ബൈത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്. ലമീർ മുത്തസിൽ യാ മുത്തക്കല്ലിം ചേർന്നാൽ ബൈത്തി എൻ്റെ വീട്. ഓക്കെ, ബൈത്തുക്ക എന്ന് പറഞ്ഞാൽ നിൻ്റെ വീട്, പുരുഷനോട് നിൻ്റെ വീട്. ബൈത്തുഹു എന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്, പുരുഷനോട് അവൻ്റെ വീട്. ബൈത്തുഹ എന്ന് പറഞ്ഞാൽ മുഅന്നസ് സ്ത്രീലിംഗം, ബൈത്തുഹ അവളുടെ വീട്. ബാറക്കല്ലാഹു ഫീക്കും.